അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ ബത്തു കേവ്സിലെ കാഴ്ചകളാണ് കേട്ടോ. ശ്രീ മുരുകൻ്റെ അമ്പലമൊക്കെയുള്ള 325 മീറ്റർ ഉയരമുള്ള ഒരു മലനിരകളാണ് ബത്തു കേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. കോലാലംപൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയാണ് ഈ ബത്തു കേവ്സ് ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രീമുരുകൻ്റെ പ്രതിമയുള്ള ഒരു സ്ഥലമാണ് ഈ ബത്തു കേവ്സ് എന്ന് പറയുന്നത്. ഒരുപാട് വിശ്വാസികളും അതേപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലം തന്നെയാണ് ബത്തു കേവ്സ് എന്ന് പറയുന്നത്. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിക്കപ്പെട്ട കിടലൻ മലനിരകളാണ് ഈ ബത്തു കേവ്സിലുള്ളത്. ഈ ഒരു മലനിരകളിലേക്ക് മുകളിലേക്ക് 272 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലുള്ള ഒരു അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 272 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കുരങ്ങുകൾ അതേപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതോറും നമുക്ക് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിക്കപ്പെട്ടുള്ള മലനിരകളും പിന്നെ ആ മലനിരകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ചെടികളൊക്കെ ഒരു അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഹിന്ദു മത വിശ്വാസികൾ ഇവിടെ ദർശനത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, മലേഷ്യയിൽ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ബത്തു കേവ്സും വിസിറ്റ് ചെയ്തിട്ടാണ് പോകാറ്. ബത്തു കേവ്സിൻ്റെ മുകളിൽ ശ്രീ മുരുകൻ്റെ അമ്പലം അല്ലാണ്ട് വേറെ 1-2 അമ്പലങ്ങളൂടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തിക്കുമ്പോൾ വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി വീണ്ടും നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോകാൻ പറ്റുമോ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ കിടലിനൊരു കാഴ്ച നമ്മൾ ശരിക്കും മഞ്ഞുമൽ ബോയ്സിലേക്ക് കാണുന്ന പോലത്തെ രീതിയിലുള്ള ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും മുകളിലേക്ക് എന്തെങ്കിലും ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ 1-2 അമ്പലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഇതൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ ഇവിടെ മോഡേൺ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ തിരിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കയറുന്നതിന് ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ താഴെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡ്രസ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലേഷ്യ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ബത്തു കേവ്സിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ശ്രീമുരുകൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീമുരുകൻ്റെ ഒരു പ്രതിമ തന്നെയാണ്. തായ്ലാൻഡിൽ നിന്നാണ് ഈ ഒരു പ്രതിമ ഇവിടേക്ക് കൊണ്ടുവന്നത്. കോൺക്രീറ്റ്, സ്റ്റീൽ, ഗോൾഡ് പെയിന്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ താഴെ ഒരു സ്ട്രീറ്റിൽ ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇതുപോലത്തെ കിടലും വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ആക്കിയേക്ക്.